ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുവിധം പാർട്ടികളിലും കല്യാണ വീടുകളിലൊക്കെ അറബിക് ബിരിയാണി അല്ലെങ്കിൽ മന്തി ഇതൊക്കെയാണല്ലോ ട്രെൻഡ്. പക്ഷെ കുറച്ച് മുന്നേ നമ്മളുടെ അവിടെയൊക്കെ മിക്കപ്പോഴും കല്യാണ വിരുന്നുകൾക്കോ അല്ലെങ്കിൽ കല്യാണ തലേദിവസമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ചുക്കയും ബിരിയാണി റൈസും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത് തന്നെയാണ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ സാധാരണ തയ്യാറാക്കുന്ന ബിരിയാണിക്ക് പകരം കുറച്ച് വ്യത്യാസത്തിലുണ്ടാക്കാവുന്ന അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ ചുക്കയും ബിരിയാണി റൈസും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസിയായി ഇത് രണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. അപ്പം ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേ വലുപ്പത്തിൽ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സബോള ഫ്രൈ ചെയ്തെടുക്കാം. സബോള ഫ്രൈ ചെയ്തത് നമുക്ക് റൈസിലേക്കും വേണം, ചിക്കൻ ചുക്കയിലേക്കും വേണം. രണ്ടിലേക്കും കൂടിയിട്ട് ഞാൻ 3 സബോള എടുത്തിട്ടുണ്ട്. വലിയ സബോളയാണ്. ഒരു ചട്ടി ചൂടാക്കിയ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചൂടായാൽ നൈസായി അരിഞ്ഞ സബോള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് റൈസിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. 2 കിലോ ഉള്ളത് കൊണ്ട് 2-3 ട്രിപ്പായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലേക്കുള്ള സബോള അരിയാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ചതച്ച് വെക്കാം. ചുക്കയിലേക്ക് കുറച്ചധികം തന്നെ സബോള വേണം. 2 കിലോ ചിക്കനിലേക്ക് 5 വലിയ സബോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സബോള ആണെങ്കിൽ 10 എണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ. അത് നൈസായി അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ഞാൻ 3 കൂടെ എടുത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് പകുതി ഓയിൽ എടുത്ത് മാറ്റാം. ഇത്ര ഓയിൽ മസാല വഴറ്റാൻ ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം വഴറ്റുന്നത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം നന്നായി മാറി മൊരിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കാം. സബോള നല്ലോണം സമയമെടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒന്നും കറിക്ക് കിട്ടില്ല. ഇതാ ഇപ്പോൾ സബോള എല്ലാം നന്നായി വഴന്ന് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും
1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നാൽ നമുക്ക് 6 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിക്കാം. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ പകുതി തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കാം. ബാക്കി തക്കാളി ഉടയാതെ അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയും ഉണ്ടാകും. മാത്രമല്ല ഈ തക്കാളി ചോറിൻ്റെ കൂടെ ഉടച്ച് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളക് നടുക്കീറിയതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയിൽ നിന്ന് ഒരു 3 പിടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. ഇത് ഇനി ഒരു 15 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഒരു വലിയ പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ സബോളയും ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൽ സബോളയുടെയും ചിക്കൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ചോറിലേക്ക് അത് കുറച്ച് കിട്ടും. ഇത് നന്നായി ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്ത് വെള്ളം വാർത്ത് വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്. നമ്മൾ മസാലയിലേക്ക് നേരത്തെ സബോള വഴറ്റി ഇട്ട ആ സമയം തന്നെ ഞാൻ അരി കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിരുന്നു. കാണിക്കാൻ വിട്ടുപോയതാണ്. റൈസ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 കപ്പ് അരിക്ക് 8 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചുക്കയിലേക്കുള്ള ചിക്കൻ ചേർത്ത ആ സമയത്ത് തന്നെ അപ്പുറത്ത് ബർണറിൽ റൈസിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതല്ല റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ വെള്ളം തിളച്ച് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് മല്ലിയില പുതിനയില ഇവ അരിഞ്ഞത്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചുക്കയിൽ നിന്ന് കുറച്ച് മസാലയും ചേർത്ത് കൊടുക്കാം. ബിരിയാണി റൈസും ചുക്കയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ട്, അതിനു വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയിൽ നിന്ന് ഗാർണിഷിങ്ങിനുള്ളത് മാത്രം കുറച്ച് മാറ്റി വെച്ച് ബാക്കി മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റായിട്ട് 1.5 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 90% വെള്ളം വറ്റിയാൽ ഫ്ലെയിം ഓഫാക്കി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. രണ്ട് തരത്തിലാണ് ചുക്കയും റൈസും സെർവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഒന്ന് വലിയ ട്രേയിൽ പകുതി ചോറും പകുതി ചുക്കയായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ പാത്രങ്ങളിലായിട്ട് സെർവ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.